ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ പി എസ് സിയിലേക്ക് സ്വാഗതം. നിങ്ങൾ 2024 LDC മെയിൻസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ തീർച്ചയായും 2023 10th ലെവൽ മെയിൻസിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിയിരിക്കണം. നമ്മൾ ഇന്ന് 2023 10th ലെവൽ മെയിൻസിലെ എല്ലാ മലയാള ക്വസ്റ്റ്യനുകളുടെയുമാണ് പോകുന്നത്. ഇപ്പോൾ LPUP എഴുതുന്നവരാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും ഏത് എക്സാം എഴുതുന്നവരാണെങ്കിലും മലയാളം ക്വസ്റ്റ്യൻസിന് വലിയ വ്യത്യാസമൊന്നും വരികയില്ല. അപ്പം നമുക്ക് എന്തായാലും 10th ലെവൽ മെയിൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് LDC എക്സാം എഴുതുന്നവർ മസ്റ്റായിട്ട് നോക്കിയിരിക്കണം. അപ്പം നമുക്ക് തുടങ്ങാം. അഗ്നി പര്യായപദം എഴുതുക. ഏതാണ് അഗ്നി? സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കുക. എന്നിട്ട് മാർക്ക് എത്ര കിട്ടുന്നുണ്ടെന്നുള്ളത് കമൻ്റായി രേഖപ്പെടുത്തുക. അഗ്നി പര്യായപദം എഴുതുക. അനലൻ. ലേഖകൻ സ്ത്രീലിംഗം ലേഖിക. ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ ശരത്ചന്ദ്രൻ. ഓപ്ഷൻ ഡി. ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദമേത്? ഫലേച്ഛ കൂടാതെ. നിഷ്കാമം. ശ്ലാഘ്യം വിപരീതപദം. ശ്ലാഘ്യം വിപരീതപദം. ഓപ്ഷൻ ബി ഗർഹ്യം. വാഗർത്ഥം പിരിക്കുമ്പോൾ വാക് പ്ലസ് അർത്ഥം. ഓപ്ഷൻ ഡി. ശരിയായ വാക്യം എടുത്തെഴുതുക. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. പൂജക ബഹുവചനമാണ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അർ, മാർ, കൾ. അർ, മാർ, കൾ. ഇത്രയും കാര്യങ്ങൾ എൻഡ് ചെയ്യുന്നതിൽ ഇത്രയും കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വാക്കിൻ്റെ അവസാനം വരുവാണെങ്കിൽ അത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമായിട്ട് വരുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഇതിലേതാ വരുന്നത്? നിങ്ങൾ, തിരുവടികൾ, സ്വാമികൾ, ബ്രാഹ്മണർ, ദ്രോണർ, ഭീഷ്മർ, വൈദ്യർ. ഇതെല്ലാം പൂജക ബഹുവചനത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് കന്ദരം ഗുഹ. കന്ദരം ഏതാണ്? കഴുത്ത്. ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം? പ്രായോഗികമല്ലാത്തത്. ഉട്ടോപ്യ പ്രായോഗികമല്ലാത്തത്. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ഒറ്റപ്പഴം എഴുതുക. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. ഏതാ? ജിജ്ഞാസു. അടുത്തത് കാളിദാസ രാമായണം തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? തുളസീദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാ? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഓപ്ഷൻ സി. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് കടപഠിപ്പിക്കുക. ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി കടപഠിപ്പിക്കുക. പ്രാചി എന്ന വാക്കിൻ്റെ വിപരീതമായി വരുന്നത് പ്രാചി, പ്രതീചി. ശാരിക എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം, ശാരികയുടെ പര്യായമല്ലാത്തത് ചകോരം. ശാരിക എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്തത് ഏതാണ്? ചകോരം. ചകോരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പോത്ത് അല്ലെങ്കിൽ ഉപ്പൻ എന്നാണ്. ബാക്കിയെല്ലാം ശാരിക തന്നെയാണ്. ശാരിക, ശുകം, കീരം എന്നൊക്കെ അറിയുന്നത് തത്തയുടെ പര്യായമാണ്.
ശാരിക, ശുകം, കീരം എന്നുള്ളതെല്ലാം തത്തയുടെ പര്യായമാണ്. വീട് പ്ലസ് പണി, വീട് പ്ലസ് പണി, വീട് പണി. ഓപ്ഷൻ ബി ആണ് വരുന്നത്. കേമൻ പിരിച്ചെഴുതുക, കേമം പ്ലസ് അൻ, കേമൻ, കേമം പ്ലസ് അൻ. കർത്തൃ എന്ന പദത്തിൻ്റെ പുല്ലിംഗം കർത്താവ്. തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം തങ്ക. സാമാന്യലിംഗ ബഹുവചന രൂപമായ അവ എന്നതിൻ്റെ ഏകവചന രൂപം അത്. ആ ക്വസ്റ്റ്യനകത്ത് മലയാളം ഇല്ലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഡാഷാണ് ഉന്മീലനത്തിൻ്റെ വിപരീത രൂപം. ഉന്മീലനത്തിൻ്റെ വിപരീത രൂപം നിമീലനം. ഉന്മീലനം, വിപരീതം നിമീലനം. കണ്ടു പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? കൺ പ്ലസ് തു. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? കൈതവം. കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ്? കൈതവം. ആദർശം, ദർപ്പണം, കണ്ണാടി അതെല്ലാം കണ്ണാടിയുടെ പര്യായമാണ്. ആ പ്ലസ് അൻ, അവൻ. ഇവിടെ സന്ധി ചെയ്ത് ആഗമം. ആ പ്ലസ് അൻ, അവൻ. സന്ധി ചെയ്ത് ആഗമം. പിരിച്ചെഴുതുമ്പോൾ പ്ലസ്സിന് ശേഷം സ്വരാക്ഷരം വരികയും ചേർത്ത് എഴുതുമ്പോൾ ആ സ്വരാക്ഷരത്തിൻ്റെ സ്ഥാനത്ത് യാ എന്നോ വാ എന്നോ വരികയും ചെയ്താൽ ആഗമസന്ധിയാണ്. അതായത് പിരിച്ചെഴുതുമ്പോൾ പ്ലസ്സിന് ശേഷം സ്വരാക്ഷരം വന്നു. അപ്പോൾ ആ പ്ലസ് അൻ, ഇവിടെ സ്വരാക്ഷരമല്ല. സ്വരാക്ഷരം എന്ന് വെച്ചാൽ ആ, ഇ, ആ മുതൽ അം വരെയുള്ളതാണ്. സ്വരാക്ഷരം വന്നു. ചേർത്ത് എഴുതുമ്പോൾ ആ സ്ഥാനത്ത് എന്ത് വന്നു? വാ വന്നു, അല്ലെ യാ വന്നു. അപ്പോൾ അവൻ അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ആഗമസന്ധിയാണെന്ന് മനസ്സിലാക്കാം. ആപ്പിൾ ഓഫ് ദി ഐ ഏതാ? കണ്ണിലുണ്ണി. ആപ്പിൾ ഓഫ് ദി ഐ കണ്ണിലുണ്ണി. നെക്സ്റ്റ് വൺ. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്നാൽ കൊച്ചിയുടെ മാഹാത്മ്യം. മടി പ്ലസ് ശീല ചേർത്തുന്ന രൂപമാണ് മടിശീല. ഓപ്ഷൻ ഡി. ശരിയായ രൂപം കണ്ടെത്തി എഴുതുക. യാദൃച്ഛികം ഏതാ വരുന്നത്? യാദൃച്ഛികം. ഓപ്ഷൻ സി ആണ് വരുന്നത്. ച അടിയിൽ ഇച്ച. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസു. നേരത്തെ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു. വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിനർത്ഥം ഫലമില്ലാതെ പ്രവർത്തിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഏതാ? സതീർത്ഥ്യൻ. ഏതാ? ഓപ്ഷൻ സി. പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന അർത്ഥത്തിൽ വരുന്നത് വിവക്ഷ. പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന അർത്ഥത്തിൽ വരുന്നത് വിവക്ഷ. തിക്തം എന്ന പദത്തിൻ്റെ വിപരീത പദം മധുരം. തിക്തം, മധുരം. ആപ്പിൾ ഓഫ് ദി ഐ കണ്ണിലുണ്ണി. ആപ്പിൾ ഓഫ് ദി ഐ കണ്ണിലുണ്ണി. താഴെ കൊടുത്തിരിക്കുന്നതിൽ മീൻ എന്നർത്ഥം വരുന്ന പദം ചഷം. ഓപ്ഷൻ ഡി. ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ ഏറ്റുപാടുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ശിങ്കിടി പാടുക. ഏറ്റുപാടുക, ശിങ്കിടി പാടുക. ഓപ്ഷൻ ബി. ചുമ എന്നർത്ഥം വരുന്ന പദം കാസം. ചുമ എന്നർത്ഥം വരുന്ന പദം
കാസം. ഓപ്ഷൻ ഡി. കരി പ്ലസ് പുലി ചേർത്ത് എഴുതുക, കരിമ്പുലി. ഏതാ വരുന്നത്? ഇമ്പ വരും. പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം നേരത്തെ പറഞ്ഞിരുന്നു, കർ, ആൾ അങ്ങനെയൊക്കെ വരുന്നതാണെന്ന് പറഞ്ഞിരുന്നു. അൾ ഒക്കെ വരുന്നത് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏതാ വരുന്നത്? സ്വാമികൾ. അർ, മാർ, കൾ എന്ന് വരുന്നതാണ് പൂജക ബഹുവചനം. അപ്പോൾ സ്വാമികൾ. പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? നിങ്ങൾ, ശാസ്ത്രികൾ, തിരുവടികൾ, താങ്കൾ, വൈദ്യർ. ഇതെല്ലാം ഏതിന് ഉദാഹരണമാണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. വെയിൽനാളം എന്നത് പദത്തിൻ്റെ വിപുലീകരിച്ച രൂപം. വെയിൽനാളം, വെയിലിൻ്റെ നാളം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. Just a minute. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത്? ഓപ്ഷൻ എ ഹാർദം. താഴെ കൊടുത്തിരിക്കുന്നത് പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഏതാ പൂജക ബഹുവചനം? സ്വാമികൾ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം സ്വാമികൾ. നെക്സ്റ്റ് വൺ. ബഹുളം എന്ന പദത്തിൻ്റെ വിപരീത പദം ബഹുലം. വിരളം. ബഹുലം, വിരളം. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്. അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? കാറ്റുള്ളപ്പോൾ പാറ്റണം. നെക്സ്റ്റ് വൺ. അഞ്ചാറ് ദിവസമായല്ലോ ഈ തിണ്ണയിലിരിക്കാൻ തുടങ്ങിയിട്ട് എന്ന വാക്യത്തിൽ അഞ്ചാറ് എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ദ്വന്ദ്വൻ. 5-6 ദിവസമായല്ലോ ഈ തിണ്ണയിലിരിക്കാൻ തുടങ്ങിയിട്ടെന്നതിൽ അഞ്ചാറ് എന്നതിനെ എന്തിനെ സൂചിപ്പിക്കുന്നു? ദ്വന്ദ്വൻ. താഴെ പറയുന്നതിൽ പര്യായപദമല്ലാത്തത് പദമേത്? ഓപ്ഷൻ ബി ആനനം. ബാക്കിയെല്ലാം കാടിൻ്റെ പര്യായപദങ്ങളാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ വാക്യം ഏത്? ഉദാരമതിയായ നാട്ടുകാരോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോഭസന്ധിക്ക് ഉദാഹരണം ഏതാ? തണുപ്പുണ്ട്. തണുപ്പുണ്ട് എന്നുള്ളതാണ് ലോഭസന്ധിക്ക് ഉദാഹരണം. ഷോണിമ എന്ന പദത്തിൻ്റെ അർത്ഥം ഷോണിമ, ചുവപ്പ്. ഷോണിമ, ചുവപ്പ്. നെക്സ്റ്റ് വൺ. മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? മായൻ. മായൻ ഉമ്മാച്ചു എന്ന നോവലിലെ കഥാപാത്രമാണ്. മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉമ്മാച്ചു. മായൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? ഉമ്മാച്ചു. നെക്സ്റ്റ് വൺ. കൈ അക്ഷരം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? കൈ പ്ലസ് അക്ഷരം. ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. കൈ പ്ലസ് അക്ഷരം. 4 മാത്രം ശരി. ഓപ്ഷൻ ഡി. കൈ അക്ഷരം എന്ന പദം എങ്ങനെ പിരിച്ചെഴുതും? കൈ പ്ലസ് അക്ഷരം. നിഘണ്ടുവിൽ കാണുന്ന പോലെ ക്രമപ്പെടുത്തി എഴുതുക. ഏതാ വരുന്നത്? ചക്രവാകം, ചക്രവാതം, ചക്രവാളം, ചക്രശ്വാസം. ഏതാ വരുന്നത്? ഓപ്ഷൻ 2 മാത്രം ശരി. അതാണ് ഉത്തരവായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ. ശരിയായ പദം കണ്ടെത്തുക. ഏതാ? അസ്തമയം. ഓപ്ഷൻ ഏതാ വരുന്നത്? 4 മാത്രം ശരി. ഏതാ? ഓപ്ഷൻ ബി ആണ് വരുന്നത്. അസ്തമയം, അസ്തമയം, അസ്തമയം. യഥാശക്തി എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലുകൾ ചിനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം. യഥാശക്തി ചിനക്കത്തൂർ പൂരം തനിക്കൊത്തവണ്ണം. ഓപ്ഷൻ 2 മാത്രം ശരി. സി. ഈ ദൃശ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം സദൃശ്യം. ഈ ദൃശ്യം എന്ന പദത്തിൻ്റെ വിപരീത പദം
ഓപ്ഷൻ 3 വരുന്നത്. 3 സദൃശ്യം, 3 മാത്രം ശരി. എ. ഈ ദൃശ്യം വിപരീത പദം സദൃശ്യം. സൂര്യൻ എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് അർക്കൻ, മിഹിരൻ, ആദിത്യൻ. അത് 3 അർക്കൻ, മിഹിരൻ, ആദിത്യൻ. അത് 3 സൂര്യൻ്റെ പര്യായപദമാണ്. സുധാംശു ചന്ദ്രനാണ്. അപ്പോൾ 4 മാത്രം ശരി. അടയുടെ ഉള്ളിൽ ഒരു പെരുമ്പട എന്ന കടങ്കഥ അർത്ഥമാക്കുന്നത് എന്തിനെയാണ്? അടയുടെ ഉള്ളിൽ ഒരു പെരുമ്പട, തേനീച്ചക്കൂട്. തെറ്റായ തർജ്ജമ ഏത്? ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി. കൂട്ടത്തിൽ കൊള്ളാത്തവൻ എന്നല്ല, കരിങ്കാലി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അതാണ് ആൻസറായിട്ട് വരുന്നത്. കിക്ക് ദ ബക്കറ്റ്, മരണപ്പെട്ടു. 11th hour 11 മണി. റെഡ് ടേപ്പ്, ചുവപ്പ് നാട. നിങ്ങൾക്കിത് ഉപകാരപ്പെടും. നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.